ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 38. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ജിയോ സിം യൂസ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. വേറൊന്നുമല്ല, ഈ വരുന്ന 22-ാം തീയതി തൊട്ടാണ് IPL സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി 17-ാം തീയതി തൊട്ട് ജിയോ സിം യൂസ് ചെയ്യുന്നവർ 299 രൂപയ്ക്ക് മുകളിൽ ഏത് പ്ലാൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലും 90 ദിവസം വരെയുള്ള ക്രിക്കറ്റ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതും 4K കാണാൻ വേണ്ടി പറ്റും, അൺലിമിറ്റഡ് ആയിട്ട് 90 ദിവസം വരെ. അപ്പോൾ IPL തുടങ്ങുന്ന അവസാനം വരെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പം ഇനി റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ചെയ്തവർക്ക് കിട്ടത്തില്ല കേട്ടോ, പുതിയ റീചാർജ് 17-ാം തീയതി തൊട്ട് റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ 22-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിക്കറ്റ് അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഫറാണ്. പിന്നെ സാംസങ് യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് നാളായിട്ട് നമ്മൾ സാംസങ് അപ്ഡേറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് One UI 7 പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് അവർ റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി തൊട്ടാണ് കിട്ടി തുടങ്ങുന്നത്. S24 സീരീസ് S23 സീരീസിന് കിട്ടും. അതിൽ S23 FEയും S24 FEക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ C Fold 5ഉം 6ഉം C Flip 5ഉം 6ഉം ടാബ് S9ഉം S10 സീരീസിനും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടാമത്തെ റോൾ ഔട്ടിലായിരിക്കും ബാക്കിയുള്ള ഡിവൈസിനൊക്കെ കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ലേറ്റസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള 2 മോഡൽസിനായിരിക്കും ആദ്യം കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത മാസം തൊട്ട് സാംസങ്ങിൽ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആപ്പിളിൽ ഒരുപാട് പുതിയ ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ പുതുതായിട്ട് വരുന്ന iPhone 17 എയറിൽ ചാർജിങ് പോർട്ട് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് വയർലെസ് ആയിട്ട് മാക്സൈഫിൽ മാത്രമേ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് വരുന്ന സമയത്ത് ഒരുപാട് പേരൊക്കെ പറഞ്ഞു ഭയങ്കര ഷോക്കാണ്, ഇതില്ലാതെ എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ വാങ്ങിച്ച് അഡാപ്റ്റർ എന്തായാലും വാങ്ങണം. അതിന് പകരം ഈ പറഞ്ഞ മാക്സൈഫ് വയർലെസ് ചാർജിങ് പാഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. എല്ലാ ഡിവൈസും വയർലെസ് ആയിട്ട് മാറി. ഇപ്പം വയർ എന്നൊക്കെ പറയുമ്പോൾ വയറാണ്, വയർലെസ് ആണ് വേണ്ടത് എന്നുള്ള ലെവലിലേക്ക് വരെ എത്തി. ഇപ്പോഴും സ്മാർട്ട് ഫോൺസിൽ മാത്രമാണ് പണ്ട് തൊട്ടേ ഇപ്പോഴും വയേർഡായിട്ട് വരുന്നത്. വയർലെസ് ഉണ്ടെങ്കിലും ഈ 2 ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇനി വയേർഡിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ് പറയുന്നത്. അതായത് വയർലെസ്സിലേക്ക് മൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തി. കാരണം എന്തായാലും നമ്മൾ അഡാപ്റ്റർ വാങ്ങണം, അഡാപ്റ്റർ വേണ്ടി തരാറില്ല. കുറച്ചും കൂടെ പൈസ കൂട്ടിയിട്ട് വയർലെസ് വാങ്ങിച്ചാൽ കുറച്ചും കൂടെ സിമ്പിളാണ്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും അല്ലേ. കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഐഫോൺ കൊണ്ടുവന്നാൽ പിന്നെ തന്നെ സാംസങ് എന്തായാലും കൊണ്ടുവരും. ആദ്യം വേണമെങ്കിൽ കളിയാക്കും പോർട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരും ബാക്കി എല്ലാവരും വന്നു. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ Xiaomi 15 അൾട്രയിലൊക്കെ 80 വാട്ടിന് വയർലെസ് ചാർജിങ്ങാണ് വരുന്നത്. ഇപ്പം ഐഫോണും സാംസങ് അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ല പ്രൈസ് പോയിൻ്റ് ആ സാധനത്തിന് വരും, വയർലെസ് പാഡിന് വരും. പക്ഷേ ഗ്രാജുവലി അത് വില കുറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഒരു സാധനം ഇറങ്ങുമ്പോഴാണ് ഭയങ്കര പ്രൈസായിട്ട് വരുന്നത്. പിന്നെ ഗ്രാജുവലി എന്തായാലും കുറയും. പിന്നെ പുതുതായിട്ട് വരുന്ന iPhone 17 സീരീസിൽ സെൽഫി ക്യാമറ 24 MB ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. കുറേ നാളായിട്ട് ആ ഒരു 12 MB ക്യാമറയാണ് വെച്ച് കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഫൈനലായിട്ട് 24 MBയിലേക്ക് മാറുമെന്ന് പറയുന്നുണ്ട്. നോക്കാം, മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ iPhone 17 സീരീസിൻ്റെ ഡിസൈനും ലീക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു മോൾഡ് ഡിസൈനാണ്, മെറ്റലിൻ്റെ മോൾഡാണ്, ഡമ്മി പീസാണ്. കാണാൻ ഈ രീതിയിൽ ഉണ്ടാകും. എങ്ങനെയുണ്ട്? അതായത് പഴയതിനൊന്നും കൂടെ ആ ഒരു പിക്സലിനെ പോലുള്ളൊരു സംഭവം, ഒരു മൊഡ്യൂൾ കൊടുത്തിട്ട് ഒരു എന്തോ ആക്കിയ പോലെയാണ്. ഞാൻ ഒരു കാര്യം പറയാം. അതായത് iPhone 11 ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും കളിയാക്കി ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയ ഡിസൈൻ അതായിരുന്നു. കാരണം ഒരു ചെറിയൊരു കുട്ടിയോട് പറഞ്ഞാൽ പോലും ആ ഡിസൈൻ ഇങ്ങനെ വരച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളും വീഡിയോസ് അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് iPhone 11 ഇറങ്ങിയ സമയത്ത്. പക്ഷേ ഗ്രാജുവലി എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് വന്നു. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഈ പറഞ്ഞ iPhone 17 ഈ ഡിസൈൻ ആണെങ്കിൽ പോലും ഗ്രാജുവലി നമ്മളത് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഏതൊരു പ്രീമിയം സാധനം ആണെങ്കിലും ആദ്യം നമ്മൾ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അത് ഇഷ്ടപ്പെട്ട് തുടങ്ങും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം iPhone 17 ഇങ്ങനെ ആണെങ്കിൽ പോലും എനിക്കും ഇഷ്ടപ്പെടുത്തൊന്നുമില്ല, പക്ഷേ ഗ്രാജുവലി അത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അതും വരുന്നത്. പിന്നെ പുതിയ iPhone 17 Pro Max മോഡൽ ഉണ്ടാവില്ല. അതിന് പകരം അൾട്ര ആയിരിക്കും. അതായത് iPhone 17 അൾട്ര, S25 അൾട്ര എന്നൊക്കെ പറയുന്ന പോലെ iPhone 17 അൾട്ര ആയിരിക്കും ഉണ്ടാകുന്നത്. കോപ്പിയടിയാണ്. അവരുടെ iWatchലൊക്കെ ആ പേര് വരുന്നുണ്ട്, പക്ഷേ ഫോണിൽ മാത്രമാണ് വരാത്തത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ഇഷ്യൂ ഉള്ള കാര്യമല്ല.
പുതിയ മോഡലിൽ ഇനിയിപ്പം iPhone 17 Ultra ആയിരിക്കും പ്രോ മാക്സിൻ്റെ പകരം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. പ്രോ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. പിന്നെ മോട്ടറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ അടുത്ത മാസം ഫസ്റ്റ് വീക്ക്, അതായത് April 2 വരും എന്ന് ചില ലീക്സിൽ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിന് ഡിസൈനും ഓൾമോസ്റ്റ് ഒക്കെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ ഉള്ള പോലെ തന്നെയാണ്, പക്ഷേ ഫ്യൂഷൻ ഇങ്ങനെയല്ല ഉണ്ടായത്. ബാക്കിയുള്ള പ്രോ മോഡൽ പോലുള്ള ആ ഒരു നിയോയും പ്രോയൊക്കെ ഉള്ള ആ ഒരു എക്സാക്റ്റ് ക്യാമറ മൊഡ്യൂളൊക്കെയാണ് ഇതിന് വരുന്നത്. ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ കാണാൻ ഒറ്റ നോട്ടത്തിൽ അതുപോലെയാണ് തോന്നുന്നത്. ഡിസൈൻ വൈസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഇപ്രാവശ്യം ഇല്ല. ഇനി സ്പെസിഫിക്കേഷൻസ് ആണെങ്കിൽ മീഡിയാടെക്കിൻ്റെ Dimensity 7400 പുതിയൊരു ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. എപ്പോഴും പെർഫോമൻസ് അങ്ങനെ മെയിൻ പ്രിഫറൻസ് മോട്ടോറോള കൊടുക്കാറില്ല, ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ തരാറുള്ളൂ. അതുകൊണ്ട് ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടാവുന്ന ചാൻസ് കൂടുതൽ. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരിക്കും ആ പ്രൈസ് പോയിന്റ് കിട്ടുന്നത്. പിന്നീട് ഒരു കോഡ് കർവ്ഡ് ആയിട്ടുള്ള ഒരു OLED ഡിസ്പ്ലേ ഉണ്ടാകും. 50 MB പ്രൈമറി ക്യാമറ, 13 MB അൾട്രാ വൈഡും പിന്നെ ഒരു 32 MB സെൽഫി ക്യാമറ ഉണ്ടാകും. 5500 mAh ബാറ്ററി ഒക്കെയാണ് ഉണ്ടാകുന്നത്. 6000 6500 ഒന്നും ഉണ്ടാകത്തില്ല, 5500 mAh ബാറ്ററി ഒക്കെയാണ് ഉണ്ടാകുന്നത്. April 2 വരുമെന്ന് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാം പ്രോപ്പറായിട്ട് അതേ സമയത്ത്. അപ്പം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ കിട്ടും. ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് സ്പോട്ടിഫൈയിൽ നിങ്ങളൊരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും വാട്സപ്പിൽ. അതിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ആയിക്കഴിഞ്ഞാൽ അത് അടുത്ത അപ്ഡേറ്റുകൾ ആ ഒരു സംഭവം കിട്ടും. ഇറ്റ്സ് നൈസ്, കുഴപ്പമൊന്നും പറയാനില്ല. പിന്നെ സാംസങ്ങിൻ്റെ C Fold 7ലും C Flip 7ലും 25 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് ആണ് ഇപ്പോഴും വരുന്നത്. 45 പോലും ഇനിയും കിട്ടത്തില്ല. ഇനിയും 25 വാട്ട് മാത്രമേ സാംസങ് തരുന്നുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ മാത്രമേ തരാറുള്ളൂ. അതിന് എപ്പോൾ അപ്ഗ്രേഡ് ചെയ്യും എന്നൊന്നും ഒരു അവസ്ഥയില്ല. ഇനി അടുത്ത S26 സീരീസിലും 25 ആണോ എന്നറിയത്തില്ല, നോക്കാം. എന്നാലും ഇത്രയും വില കൊടുക്കുന്ന ഫോണിൽ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കാട്ടോ. 45 എങ്കിലും കൊടുക്കായിരുന്നു, പക്ഷെ ഇപ്പോഴും 25. മാറ്റം സമയമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സാംസങ് ആണ്. പിന്നെ റിയൽമിയുടെ P3യും P3 അൾട്രയും ഇന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്യുന്ന മുമ്പേ തന്നെ ഇതിൻ്റെ പ്രൈസും എല്ലാം സംഭവം വന്നു. ലോഞ്ച് ഇന്നാ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. P3യുടെ ആണ് വന്നത്. P3 സ്റ്റാർട്ട് ചെയ്യുന്നത് 17,000 ആണ്. അതായത് ഓഫർ പ്രൈസിലാണ്. നോർമൽ പ്രൈസ് 15K ആയിട്ടാണ് വരുന്നത്. 2000 രൂപയുടെ ബാങ്ക് ഓഫർ ആയിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 4 എന്ന പുതിയൊരു ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 7,50,000 ഒക്കെ ആൻഡ് സ്കോറൊക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ആ ഒരു വീഡിയോ വരും. അത്യാവശ്യം നല്ല ഫോണാണ് കേട്ടോ. 15,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന മോഡലാണ്. ആൻഡ് സ്കോർ വൈസ് നല്ലൊരു രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ P3 അൾട്ര ഇന്ന് ലോഞ്ച് ചെയ്യും. അതിനുശേഷം ഞാൻ അതിൻ്റെ പ്രൈസ് കണക്ക് റിവീൽ ചെയ്യാം കേട്ടോ. ആ സമയത്ത് മിക്കവാറും iQ Neo 10R സെയിം പ്രൈസ് പോയിന്റിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു കമ്പാരിസൺ കൂടെ കാണാൻ ചാൻസ് ഉണ്ട് ആ പ്രൈസിൽ വരികയാണെങ്കിൽ. കാരണം റേഞ്ചിൽ പെർഫോമൻസ് വൈസുള്ള ഫോൺസ് ഒരുപാടുണ്ട്. ഇപ്പം ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ 3 ഫോൺസായി. പോക്കോയുടെ X7 Pro ഒക്കെ വരുന്നുണ്ട്. എല്ലാത്തിലും നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം. എന്നാലും ഏറ്റവും താഴെ റിയൽമി ആയിരിക്കും, അതിന് മേലെ പോക്കോ, അതിൻ്റെ മേലെ ഒരു iQ. എന്തായാലും ആ രീതിയിൽ മാത്രമേ പെർഫോമൻസ് വൈസ് ഒരു റാങ്കിങ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ പറയാനുള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.